Once again, welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളേവർക്കും സുപരിചിതരാണ്. അപ്പോൾ ഞാനിന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫോണിലുള്ള നമ്മളാരും ശ്രദ്ധിക്കപ്പെടാത്തുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഒരു സർവീസിനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ആണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫോണിൽ കുറേയേറെ ഓപ്ഷൻസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മുടെ സർവീസസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ അത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് ഒന്നും കൂടെ ഈസി ആവും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെയുള്ള ഒരു ആപ്ലിക്കേഷനെയാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ എല്ലാവരുടെ ആൻഡ്രോയിഡ് ഫോണിലും ഈ ഒരു ഓപ്ഷൻ ഉണ്ടാവും, എക്സെപ്റ്റ് നമ്മുടെ ഹോണർ ഉവാബെ ഫോണിൽ വെച്ച്. ഇനി അതിൻ്റെ ലവർ കയറിയിട്ട് കയറിയിട്ട് പൊങ്ങാലിടരുത്, കാരണം ഇത് ഗൂഗിളിൻ്റെ ഒരു സർവീസാണ്. നിങ്ങൾ കേട്ട് കാണും ഗൂഗിൾ ലെൻസ്. കേട്ട ആൾക്കാർ ഇതിൻ്റെ താഴെ ഒരു കമൻറ്റ് ഇടുക എന്താണ് കേട്ടതെന്നും, കേൾക്കാത്ത ആൾക്കാർ എന്ത് ചെയ്യുക അതൊന്ന് കമൻറ്റ് ഇടുക. ഫസ്റ്റ് ടൈമാണ് ഈ ഗൂഗിൾ ലെൻസിനെ കുറിച്ച് കേൾക്കണമെന്ന്. അപ്പോൾ എന്താണ് ഗൂഗിൾ ലെൻസ്? പലരും വിചാരം എന്താ വെച്ചാൽ അതൊരു ക്യാമറ ആപ്പാണ്. ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ്, പക്ഷെ ക്യാമറയുടെ ഒരു സർവീസും കൂടെ. നമുക്ക് ക്യാമറ ഫോട്ടോ എടുക്കാൻ വേണ്ടി മാത്രമല്ല. സപ്പോസ് ഞാനൊരു കാര്യം പറയാം, നമ്മൾ ട്രാവൽ ചെയ്യണം, പെട്ടെന്ന് ബാംഗ്ലൂർ ഒരു സ്ഥലത്തെത്തി, കന്നഡയിൽ മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കന്നഡയിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. അത് അതിൻ്റെ ഒരു സർവീസാണ്. പിന്നെ നമ്മളൊരു കുറച്ച് ലെറ്റേഴ്സ് ഉള്ള ഒരു ബോർഡ് കണ്ടു, നമുക്ക് അതൊന്ന് ഡോക്യുമെന്റ് ചെയ്യണം, അതായത് ടെസ്റ്റ് ആക്കി മാറ്റണം എങ്കിൽ നമ്മൾ ആ ഭാഗത്ത് അല്ലെങ്കിൽ ഒരു മാഗസീനിൽ കുറച്ച് ലെറ്റേഴ്സ് എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് വേർഡ് ഫോമാറ്റിലേക്ക്, നമുക്ക് ടെക്സ്റ്റ് ഫോമാറ്റിലേക്ക് ആക്കാനും പറ്റും. അതുപോലെ നമുക്ക് എന്തെങ്കിലും ഒരു സാധനം, അതെന്താണ് പ്രൊഡക്റ്റ്. ഇപ്പോൾ സപ്പോസ് എൻ്റെ ഇത് റിമോട്ട്, ഈ റിമോട്ടിൽ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് എന്താ കാര്യം എന്നൊക്കെ അത് പറഞ്ഞത്. അതേപോലെ ബാർകോഡ്സ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബാർകോഡ് ഉണ്ടെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്താൽ ഇതെല്ലാം കൂടെ ഒന്നിപ്പിച്ചിട്ട് ഗൂഗിൾ ഒരു സർവീസ്, ഗൂഗിളിൻ്റെ ഒരു സർവീസാണ് എന്ത് ഗൂഗിൾ ലെൻസ് എന്ന് പറഞ്ഞത്. അപ്പം അതെങ്ങനെയാ ഇനി ഉപയോഗിക്കാന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. പക്ഷെ അത് യൂസ് ചെയ്തപ്പോൾ, ഞാൻ യൂസ് ചെയ്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ച് ഗുണമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു യാത്ര, ഇപ്പോൾ ഞാൻ പറഞ്ഞ ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിലൊക്കെ അവരെ റീജിയണൽ ലാംഗ്വേജിലായിരിക്കും ബസ്സിൻ്റെ ബോർഡ് വരെ. ഓക്കെ, ഇപ്പോൾ കോഴിക്കോടൊക്കെ വെച്ചാലും മലയാളത്തിലുണ്ടാവും ബോർഡ്, ഇംഗ്ലീഷിലും ഉണ്ടാവും ബോർഡ്. പക്ഷെ നമ്മൾ തമിഴ്നാടൊക്കെ വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ കേരളം വിട്ട് തമിഴ്നാടൊക്കെ എത്തി, തമിഴ്നാട് ആന്ധ്രയൊക്കെ എത്തിക്കഴിഞ്ഞാൽ അവിടെയൊക്കെ നമ്മൾ എന്തായിരിക്കും അവരെ ലാംഗ്വേജിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ആകെ പ്രശ്നമായിരിക്കും. നമുക്ക് ചോദിക്കാൻ വെച്ചാൽ പോലും അവർക്ക് നമ്മുടെ ഭാഷ അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതിനാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവുമ്പോൾ നമ്മുടെ ഇപ്പം കോഴിക്കോടാണെങ്കിൽ മലയാളത്തിൽ കോഴിക്കോട് എഴുതിയതാണെങ്കിൽ നമ്മളത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അത് കോഴിക്കോട് എന്ന് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് കാണും. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനും കൂടിയാണ്. നമുക്ക് എന്ത് ചെയ്യേണ്ട, ആ ലെറ്റേഴ്സ് അടിച്ചു കൊടുക്കേണ്ട, ജസ്റ്റ് ഈ ഗൂഗിൾ ലെൻസ് വെച്ചിട്ട് ഒരു ഫോട്ടോ എടുത്താൽ മതി. അപ്പോൾ അതെങ്ങനെയാ യൂസ് ചെയ്യാന്ന് ഞാൻ വീഡിയോ, കാരണം എന്താ നമ്മുടെ പല ഫോണിലും നമുക്ക് അതിലുള്ള എല്ലാ ഓപ്ഷൻസും നമുക്ക് അറിയാം. തേർഡ് പാർട്ടി ആപ്സ് അല്ല, നമ്മുടെ ഫോണിൽ തന്നെയുള്ള പല നല്ല എങ്ങനത്തെ കാര്യങ്ങൾ അറിയില്ല. അപ്പം അത് നിങ്ങളിലേക്ക് ഒന്ന് എത്തിച്ചേരാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്തത്. ഈ വീഡിയോയുടെ പുറകെ തന്നെ അതിൻ്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. അപ്പം നമുക്ക് എന്ത് ചെയ്യണം, ആ വീഡിയോ കാണാം. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ എന്ത് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കാരണം ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു സ്ഥലത്ത് പോവുകയോ അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് അടുത്തുള്ള ഹോട്ടൽസിൻ്റെ നമ്മൾ മെനു കൊടുത്തിട്ട് അത് എന്താണ് ഫുഡ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ സെർച്ച് ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, പോയിട്ട് കാണാം. അപ്പം നേരെ ട്യൂട്ടോറിയലിലേക്ക് ബ്ലോക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ ലെൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ലെൻസ് എങ്ങനെ എടുക്കണം എന്ന് നോക്കാം. എൻ്റെ ഫോണിൽ ഇപ്പോൾ റിയൽമി ഫോണിൽ അത് നമ്മുടെ എവിടെയുണ്ട്, മെനു തന്നെയുണ്ട്, മെനുവിലുണ്ട്. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി കഴിഞ്ഞാൽ ഗൂഗിളിൽ കാണാൻ പറ്റും. അപ്പം നമുക്ക് മെനുവിൽ ലെൻസ് എവിടെയാണ് ഉണ്ടാവുക, എല്ലിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാം, ലെൻസ് എന്നുള്ള സിമ്പിൾ ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇനി പക്ഷേ വേറെ എൻ്റെ തന്നെ വേറെ ചില ഫോണുകളിൽ അതില്ല. ഓക്കെ, നമ്മുടെ ഇൻഫിനിക്സ് ഫോണിലൊന്നും അത് അവിടെ കൊടുത്തിട്ടില്ല, അത് പക്ഷേ വേറെ സ്ഥലത്താണ്. അപ്പോൾ ഓരോരുത്തരുടെ ഫോണിൽ അത് എന്താണ് ഓരോ ഭാഗത്താണ് ഉള്ളത്. പിന്നെ നമുക്ക് ഇവിടെ ഉണ്ടാവും, നമ്മുടെ ഗൂഗിളിൽ സാധാരണ ഉണ്ടാവുന്ന ഒരു സ്ഥലമുണ്ട്, നമ്മുടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഫോൾഡർ ഉണ്ടാവും, അതിലുണ്ടാവും. പക്ഷേ ഞാൻ വേറൊരു എളുപ്പ വഴി പറഞ്ഞുതരാം ഈ ലെൻസ് എടുക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾക്ക് സോ സിമ്പിളാണ്. അത് നേരെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഗൂഗിളിൻ്റെ ഒരു സിമ്പിൾ കാണാം, ഇവിടെ കണ്ടോ, ഇവിടെ ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് ഗൂഗിൾ പേൻ്റെ അപ്പുറത്ത് കാണാൻ നിങ്ങൾക്ക് ഗൂഗിൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിങ്ങൾ
അപ്ഡേറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വരുന്നതാണ് ഈ ഗൂഗിൾ ലെൻസ്. ഇപ്പം ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഒരു തെലുങ്ക് സൈൻ ബോർഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് ആ തെലുങ്ക് സൈൻ ബോർഡ് ഉള്ളത് എന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, തെലുങ്ക് സൈൻ ബോർഡാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിവിടെ ഈ ലെൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പറ്റിയിട്ടുള്ള സിമിലിയർ ആഡ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള തെലുങ്കായിട്ടുള്ള കുറേ വരും. പക്ഷേ ഞാനൊരു മലയാളിയാണ്. ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ബാങ്ക് പോയപ്പോൾ ഈ സൈൻ ബോർഡ് ഉണ്ട്. അപ്പോൾ എന്താ സംഭവം എന്ന് അറിയണം. അപ്പോൾ അതിന് ഞാൻ എന്ത് ചെയ്യുക, ഇതിൻ്റെ ഈ സൈഡിൽ ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ ബട്ടൺ ഉണ്ട്. എയും പിന്നെ ഒരു ചൈനീസ് ലാംഗ്വേജ് ആയിട്ടുള്ള അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ നെറ്റ് ഓൺ ആയിരിക്കണം ഈ സർവീസിൻ്റെ. കണ്ടോ, വ്യാജ അക്കൗണ്ടുകൾ സൂക്ഷിക്കുക. എത്ര പെട്ടെന്നാണ് ഇത് ചെയ്തത്. ഈ ഒരു സർവീസ് നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞ പോലെ ബസ് വീഡിയോയിൽ പറഞ്ഞ പോലെ ബസ്സിൻ്റെ സൈൻ ബോർഡ്സ് കാര്യങ്ങൾ നോക്കുക. ഇതിൻ്റെ അടിയിൽ കണ്ട വിവിധ നഗരങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ. ഇതിപ്പോൾ നമ്മൾ ഈ ലെൻസ് വെച്ച് നോക്കുമ്പോൾ തെലുങ്കു കോഷൻ ബോർഡ് വേർ ഗിവൻ, അത് ഇംഗ്ലീഷിൽ നിന്നാണ് മലയാളത്തിലേക്ക് വന്നത്. ഇവിടെ മേലെന്നാണ് എന്ത് ചെയ്യണത്, ഈ ഒരു ഓപ്ഷൻ വന്നത്. കണ്ടോ, ഇനി ഇത് തന്നെയുള്ള അടുത്ത ലെറ്റർ എന്നുള്ള ഓപ്ഷൻ കണ്ടോ. ഇവിടെ നമുക്ക് ഇതന്നെ എന്ത് ചെയ്യുക, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സെലക്ട് ചെയ്യാനും പറ്റും. എന്നിട്ട് നോട്ട് പാഡ് ഏതെങ്കിലും എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഒരു ഫോട്ടോയിലുള്ള ഇമേജ് ലെറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യുക, ഈസി ആയിട്ട് നമുക്ക് നോട്ട് പാഡിൽ അല്ലെങ്കിൽ വേർഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് എന്ത് ചെയ്യുക, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുക, സെലക്ട് ഓൾ കണ്ടോ, അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ അടുത്തതാണ് സെർച്ച്. നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ ആ സെർച്ച് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം. ഇതിപ്പോൾ ഇതൊരു പാത്രമാണ്. ഈ പാത്രം എന്താണെന്ന് നമുക്ക് എന്ത് ഒബ്ജക്റ്റീവ് വെച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് അവിടെ നിന്ന് കാണാം. ഓക്കെ, ഇത് ടേപ്പായിട്ടാണ് തോന്നിയത് ഇതിന്, അത് സോറി. അപ്പോൾ ഇത് ഞാൻ ഒന്നും കൂടെ ഒബ്ജക്റ്റ് ചെയ്താൽ ഒന്നും കൂടെ ഇത് ടേപ്പിൻ്റെ പോലെ ഇതാ സ്റ്റീൽ മഗ്, അതിൻ്റെ റിസൾട്ട് കാര്യങ്ങളൊക്കെ. ഇനി അതേപോലെ തന്നെ പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇത് ഷോപ്പിംഗ് ആണ്. അപ്പോൾ ഇത് പോയിന്റ് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഓരോ കാർട്ടിലുള്ള ഇത് പ്രൈസ് വേണ്ട. നമുക്ക് ഇൻഫിനിക്സ് ഫോൺ നോക്കാം, അതൊന്ന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് ഈ ഫോണൊന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ ലോഗോ അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പ്രോഡക്റ്റിൻ്റെ QR കോഡ് എടുക്കുകയാണെങ്കിൽ വരും. അപ്പോൾ ഇതിപ്പോൾ സിമിലിയർ എന്ന് പറഞ്ഞിട്ട് റെഡ്മി ഒക്കെ വന്നത്. അപ്പോൾ ഇൻഫിനിക്സ് ലോഗോ ക്യാമറ ഐഡൻറ്റിഫൈ ചെയ്തില്ല. അപ്പോൾ അത് ലോഗോ ഒന്ന് ഐഡൻറ്റിഫൈ ചെയ്യിപ്പിക്കാം. നമുക്ക് എന്ത് ചെയ്യാം, അതൊന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഇൻഫിനിക്സിൻ്റെ ബാക്കിയുള്ള മോഡൽസ്, ഇപ്പോൾ വരാൻ പോണ മോഡൽസൊക്കെ അവിടെ കാണാൻ പറ്റും. ഇത് വളരെ ഒരു ഫീച്ചറാണ്. ഇത് ഹോട്ടൽസിൻ്റെയും മെനൂസിൻ്റെയും ഡൈനിങ് ആണ്. ഇപ്പോൾ ഒരു ഫുഡ് വെച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വെച്ചാൽ അത് എന്താണെന്നുള്ളത് ചെയ്യും. ഇത് ശരിക്കും വർക്ക് ചെയ്യണം ഗൂഗിൾ ലെൻസ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പം അത് വെച്ചിട്ട് ഇപ്പം നമ്മുടെ ഈ ഹോട്ടൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ക്ലിക്ക് ചെയ്തുമ്പോൾ ലൊക്കേഷൻ കാണിക്കാൻ പറഞ്ഞത്, അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടുത്തുള്ള ഹോട്ടൽസിൻ്റെ ഇതും കാര്യങ്ങളും മെനുവും നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. ഇതാണ് നമ്മുടെ ഈ ഗൂഗിൾ ലെൻസിൽ വരുന്ന ഏറ്റവും നല്ല ഫീച്ചേഴ്സ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും, നമ്മൾ പ്രത്യേകിച്ച് ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം ഈ വീഡിയോ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് എടുക്കേണ്ട ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ഗൂഗിൾ എടുക്കുക. എൻ്റെ ഇതിൽ വന്നിട്ടുണ്ട്, പക്ഷേ ഇൻഫിനിക്സിലൊന്നും ഇല്ല. അപ്പോൾ ഇൻഫിനിക്സിൽ ഈ ഒരു രീതിയിൽ പോയി കഴിഞ്ഞാൽ കിട്ടുമ്പോൾ ഗൂഗിൾ എടുക്കുക, ഇവിടെ കാണും. ആ ലെൻസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് വളരെ സിമ്പിളാണ്. ഇത് നിങ്ങളൊന്ന് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് എങ്ങനെ ഉപകാരപ്പെടുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഗുഡ് ബൈ.